പീരിയഡ്സിന്റെ സമയത്ത് ഉണ്ടാകുന്ന ബ്രസ്റ്റ് പെയിൻ, മൂഡ് സ്വിങ്സ്, പീരിയഡ് ക്രാമ്പിംഗ് ഇതിനെല്ലാം ഇപ്പൊ ഏറ്റവും കോമൺ ആയിട്ട് കേട്ട് വരുന്നതാണ് സീഡ് സൈക്ലിംഗ്. എന്താണ് ഈ സീഡ് സൈക്ലിംഗ്? ഇതൊരു ട്രെൻഡ് മാത്രമാണോ അതോ ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? ഹായ്, ഐ എം ഡോക്ടർ ഷാഫ്ലിയ ഷുക്കൂർ, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്. ഒരു നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെ 14 ദിവസം ഫോളിക്കുലർ ഫേസും അടുത്ത 14 ദിവസം ലൂട്ടിയൽ ഫേസും. സീഡ് സൈക്ലിംഗ് പറയുന്നത് ഫോളിക്കുലർ ഫേസിൽ ഫ്ലാക്സ് സീഡ്സും പംകിൻ സീഡ്സും കഴിക്കാനാണ്. അടുത്ത 14 ദിവസം സെസമി സീഡ്സും സൺഫ്ലവർ സീഡ്സും കഴിക്കാനാണ്. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് പ്രയോജനം? ഫ്ലാക്സ് സീഡ്സ് ആൻഡ് പംകിൻ സീഡ്സ് are rich in omega-3s and they have high fiber. They also give estrogen support. Sesame seeds and sunflower seeds are rich in vitamin E, magnesium and zinc, and they also give progesterone support. അപ്പോൾ ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുമോ? നോ. സീഡ് സൈക്ലിംഗ് ട്രെൻഡിങ് ആണെങ്കിലും ഇതിന്റെ സ്റ്റഡീസ് ഒക്കെ ഇനിയും വരാനുണ്ട്. എന്നിരുന്നാലും സീഡ്സ് കഴിക്കുന്നത് ഒരു നല്ല ഹാബിറ്റ് ആണ്. പക്ഷെ എങ്ങനെ കഴിക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സീഡ്സ് കഴിക്കുമ്പോൾ മേക്ക് ഷുവർ യു ഈറ്റ് 1 tablespoon ഓഫ് ഈച്ച് സീഡ്. ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ട് കഴിക്കുന്നതാണ് നല്ലത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്മൂത്തീസിലോ ഓവർനൈറ്റ് ഓട്സിലോ സാലഡ്സിലോ കൂട്ടി കഴിക്കാം. പക്ഷെ രാത്രി കഴിക്കുന്നത് കഴിയുന്നതും അവോയ്ഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സിവിയർ PCOD എൻഡോമെട്രിയോസിസോ നട്ട്സ് അലർജിയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്.